നമസ്കാരം, വെൽക്കം ടു KPSC 2.0. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ശനിയാഴ്ച നടന്ന 10th പ്രിലിംസിൻ്റെ 4ാം സ്റ്റേജിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. 22ാം തീയതി നടക്കുന്ന പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങൾ പഠിക്കുന്നത് നമുക്ക് ഒത്തിരി ഉപകാരപ്പെടും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ചോദ്യങ്ങളും അവയുടെ ശരിയായ ഉത്തരങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ചോദ്യം 1. ആസാമിൽ വെച്ച് നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സർവീസസ്. ചോദ്യം 2. നാക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ്യ സോദരന്മാർ, ഇക്കാലത്ത്20ാം നൂറ്റാണ്ടിലും ഇത് നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ എന്ന വരികൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പണ്ഡിറ്റ് കറുപ്പൻ. നമ്മുടെ 8ാം ക്ലാസ്സിൽ പുതിയ SCERTയിലെ 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഇതേ പോർഷൻ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ജാതിക്കുമ്മി എന്ന കൃതിയിൽ നിന്നുമാണ് ഈ പറയുന്ന വരികൾ എടുത്തിരിക്കുന്നത്. ചോദ്യം 3. താഴെ പറയുന്നവരിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരെല്ലാമാണ്? ഇവിടെ കൊടുത്തിരിക്കുന്നത് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് 2ഉം 4ഉം. മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനുമാണ് ഇവിടെ നൽകിയിരിക്കുന്ന മലയാളികളിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ളവർ. ചോദ്യം 4. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമം VBG റാംജി എന്നാണ്. ഇതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമി. ചോദ്യം 5. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആർ വൈരമുത്തു. ചോദ്യം 6. 2026 ദി ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയായ നഗരം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഡൽഹി. ചോദ്യം 7. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠസ്വാമികൾ. ചോദ്യം 8. സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇവിടെ ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രസ്താവനകളിലും തെറ്റായ പ്രസ്താവനകൾ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവയെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പദ്ധതി പ്രകാരം 1000 രൂപ പ്രതിമാസ ധനസഹായം നൽകുന്നു. 35നും 60നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകളും ട്രാൻസ് വുമണും ഉപഭോക്താക്കളാണ്. സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രം ആനുകൂല്യം. 2026 ഫെബ്രുവരിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇവയെല്ലാം സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്. ചോദ്യം 9. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇവിടെ നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകളിൽ 3 എണ്ണവും ശരിയാണ്, അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 1ാമത്തെ പ്രസ്താവനയും 2ാമത്തെ പ്രസ്താവനയും 4ാമത്തെ പ്രസ്താവനയും ശരിയാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പദ്ധതി വഴി 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നു. PM ശ്രീ ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് പദ്ധതിയുടെ പൂർണ്ണ രൂപം. ഇവയാണ് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ. ഇവിടെ തന്നിരിക്കുന്നതിൽ പ്രസ്താവന 3 തെറ്റാണ്. 2023 മറിച്ച് 2022 ഈ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതും ഇത് ലോഞ്ച് ചെയ്തതും. ചോദ്യം 10. താഴെ പറയുന്നവയിൽ 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളി ആരാണ്? ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് MD വാസുദേവൻ നായരാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മമ്മൂട്ടി, VS അച്യുതാനന്ദൻ, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ പെടുന്നവരാണ്. ചോദ്യം 11. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ചോദ്യം 12. ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, മുംബൈ CST. ചോദ്യം 13. ഭൂമിശാസ്ത്രപരമായി താർ മരുഭൂമിയെ 2 പ്രധാന ഭാഗങ്ങളായി തിരിക്കാം. അവ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്,
മരുസ്ഥലി, രാജസ്ഥാൻ, ബാഹർ. മൂന്നാം സ്റ്റേജിലും ഇതേ ചോദ്യം ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റേജ് പരീക്ഷ എഴുതാൻ പോകുന്നവർ ഈ ഒരു ഭാഗം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ചോദ്യം 14. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഭാഗം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കോറമൻഡൽ തീരം. ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യം ഇതിന് തൊട്ടു മുമ്പ് നടന്ന പല സ്റ്റേജ് എക്സാമിലും നമ്മൾ കണ്ടതാണ്. അപ്പം നമ്മുടെ കിഴക്കൻ തീരസമതലം, പടിഞ്ഞാറൻ തീരസമതലം എന്ന ഭാഗങ്ങളും ഈ ഒരു 10th പ്രിലിംസിന് ആവർത്തിച്ച് ചോദ്യം വന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് അതിനും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകി തന്നെ പഠിക്കണം. ചോദ്യം 15. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്ത വർഷം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1923. ചോദ്യം 16. ഭൗമതാപോർജ നിലയമായ മണിക്കരൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഹിമാചൽ പ്രദേശ്. ചോദ്യം 17. രാജസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട ഉപ്പ് തടാകം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സാംഭർ തടാകം. ചോദ്യം 18. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്. ചോദ്യം 19. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളിൽ 3 പ്രസ്താവനകളും ശരിയാണ്. അതായത് ഉത്തർപ്രദേശ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണമെന്നും ഉത്തർപ്രദേശിനെ വിശേഷിപ്പിക്കുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് തന്നെ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം 20. താഴെ തന്നിരിക്കുന്നവയിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായ ഉത്തരം. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെയും കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ഈ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറൻ ഇടനാഴി സിൽച്ചാറിനെയും പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നു. ഇവ 3 നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയാണ്. ഇതേ ഭാഗം നമ്മുടെ 3ാം സ്റ്റേജിലെ ചോദ്യപേപ്പറിലും നമ്മൾ കണ്ടതാണ്. ഇതൊരു SCERT വേർഷനിൽ നിന്ന് വന്ന ചോദ്യം കൂടിയാണ്. അതുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഭാഗം ഒന്ന് കൃത്യമായി പഠിച്ചു വയ്ക്കുക. ചോദ്യം 21. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ചോദ്യം 21. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിനോബ ഭാവെ ആരംഭിച്ച ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുക എന്ന് ലക്ഷ്യമിട്ട സാമൂഹ്യ മുന്നേറ്റം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഭൂദാൻ പ്രസ്ഥാനം. ചോദ്യം 22. 1916 പ്രശസ്തമായ ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും. ചോദ്യം 23. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ശരിയായ ഉത്തരം ഫസർ അലി കമ്മീഷൻ. ഈ ഒരു ഭാഗത്ത് നിന്നും 4 സ്റ്റേജിലും ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ച് വേണം അടുത്ത സ്റ്റേജിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ പഠിക്കാനായിട്ട്. ചോദ്യം 24. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിച്ച രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ത്യ. ചോദ്യം 25. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം തന്നെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറി. പ്രത്യേകം എടുത്തു പറയുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം തന്നെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നു, മറിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 തന്നെയാണ് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറിയത്. അതുകൊണ്ട് തന്നെ പ്രസ്താവന ഡി ആണ് ഈ തന്നിരിക്കുന്നവ ശരിയായ പ്രസ്താവന. ചോദ്യം 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം അംഗീകരിച്ചത്? ശരിയായ ഉത്തരം
ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ 21 പ്രകാരം. ഈ ചോദ്യത്തിന്റെ ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന ആർട്ടിക്കിൾ 19 ആയിരിക്കും ഒരുപക്ഷെ പലരും ശരിയായ ഉത്തരമായി വിചാരിച്ചിട്ടുള്ളത്. എന്നാൽ ശരിയായ ഉത്തരം 19 അല്ല, 21 തന്നെയാണ്. കാരണം ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവുമാണ്. സുരക്ഷിതമായ റോഡുകൾ ലഭിക്കുക, കുഴികളില്ലാത്ത റോഡിലൂടെ യാത്ര ചെയ്യുക എന്നിവ ഒരു പൗരന്റെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്ന് അടുത്ത കാലത്ത് സുപ്രീം കോടതി വിവിധ ഹൈക്കോടതികളും വിധികളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നൽകിയിരിക്കുന്ന സുരക്ഷിതമായ റോഡ് യാത്രയുടെ അവകാശം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ശരിയായ ഉത്തരമായി നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ആർട്ടിക്കിൾ 21 തന്നെയാണ്. ചോദ്യം 27. ചോദ്യം 27 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചോദ്യം 24ന്റെ ഒരു ആൻസർ ആയിട്ടാണ് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റുന്നത്. ചോദ്യം എന്താണെന്ന് നോക്കാം. 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് താമര. ചോദ്യം 28. ഇന്ത്യ USA ബന്ധത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. ഈ പ്രസ്താവനകളിൽ ശരിയായതേത്? ഇവിടെ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റായ ഉത്തരം. A, B, C പ്രസ്താവനകളും ശരിയാണ്. ഏതൊക്കെയാണ് പ്രസ്താവനകളെന്ന് നമുക്ക് നോക്കാം. 1954 പാകിസ്ഥാൻ പ്രധാന അംഗമായി US, സീറ്റോ, സെന്റോ എന്നീ സൈനിക സംഘടനകൾ രൂപീകരിച്ചപ്പോൾ ഇന്ത്യ US ബന്ധത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. അമേരിക്കയുമായുള്ള സാമ്പത്തിക ബന്ധം വികസിപ്പിക്കുവാൻ സഹായിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യ ആരംഭിക്കുന്നു. ശീതയുദ്ധ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ വിസമ്മതിച്ച നെഹ്റു വിദേശ നയത്തിലും ബന്ധങ്ങളിലും ഇന്ത്യക്ക് ആവശ്യമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ ചേരിചേരാ നയം സ്വീകരിച്ചു. ഈ നൽകിയിരിക്കുന്ന 3 പ്രസ്താവനകളും US ഇന്ത്യ ബന്ധത്തെക്കുറിച്ചുള്ള ശരിയായവയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ചോദ്യം 29. കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് രാംനാഥ് കോവിന്ദ്. ചോദ്യം 30. പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ള പുതിയ സംവിധാനമായ നീതി ആയോഗിന്റെ പൂർണ്ണരൂപം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ചോദ്യം 31. ദേശീയ ഗാനം പാടുന്നത് ഏത് രാഗത്തിലാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശങ്കരാഭരണം. ചോദ്യം 32. നിലവിലെ കേരള മന്ത്രിസഭയിലെ വനിതാ MLA-മാരുടെ എണ്ണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് 11. ചോദ്യം 33. ഏത് വർഷമാണ് പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1921. ചോദ്യം 33. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് നേവി ബ്ലൂ. ചോദ്യം 35. SIR താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വോട്ടർ പട്ടിക. ചോദ്യം 36. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് 2026 മെയ് 16. ചോദ്യം 37. 2006 റിസർവ് ബാങ്ക് 5 രൂപ നാണയം ഇറക്കിയത് ആരുടെ സ്മരണാർത്ഥമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ശ്രീനാരായണ ഗുരു. ചോദ്യം 38. ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശരിയായ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എന്നാലും ചോദ്യം ക്യാൻസൽ ആക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഡോക്ടർ INR ഗോപാലൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ശരിക്കും നമുക്കറിയാതെ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ എന്ന് തന്നെയാണ് PSC ഉദ്ദേശിച്ചതെന്ന്. ചോദ്യം 39. ഓപ്പറേഷൻ തൂഫാൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് മയക്കുമരുന്ന്. ഓപ്പറേഷൻ തൂഫാൻ ഇപ്പം PSCയുടെ ഒരു ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഉറപ്പായിട്ടും അടുത്ത പരീക്ഷയിലും ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും കാണും. ചോദ്യം 40. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് ദേശീയ ഗീതം എടുത്തത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആനന്ദമഠം. ചോദ്യം 41. താഴെ പറയുന്നവയിൽ അരിയ സമാജ സ്ഥാപകൻ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പണ്ഡിറ്റ് KP കറുപ്പൻ. ഈ 4 സ്റ്റേജിലെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, കേരള നവോത്ഥാനത്തിൽ നിന്ന് നിരവധി ചോദ്യങ്ങളാണ് PSC ചോദിച്ചിരിക്കുന്നത്. കേരള നവോത്ഥാനത്തിലെ നേതാക്കൾ, അവരുടെ പ്രസ്ഥാനത്തിന്റെ പേര്, അവർ രചിച്ച കൃതികളിൽ നിന്നുള്ള വരികൾ വരെ PSC ചോദിച്ചു തുടങ്ങി. അവർ ജനിച്ച സ്ഥലം, അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് PSC ഈ ഒരു 4 സ്റ്റേജിലും ആവർത്തിച്ച് ചോദിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും, അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ, പണ്ഡിറ്റ് KP കറുപ്പൻ, പൊയ്കേൽ യോഗന്നാൻ, വാഗ്ഭടാനന്ദൻ എന്ന് തുടങ്ങി ഓൾമോസ്റ്റ് എല്ലാ നവോത്ഥാന നായകന്മാരെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ജനിച്ച സ്ഥലം, അവരുടെ പ്രധാന കൃതികൾ, അവരുടെ പ്രസ്ഥാനങ്ങൾ എന്നിവയൊക്കെ ഒട്ടും വിട്ടുകളയാതെ തന്നെ പഠിച്ചു വെക്കുക. അടുത്ത പരീക്ഷയിൽ ഉറപ്പായിട്ട് 1, 2, 3 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടോപ്പിക്കാണ് കേരള നവോത്ഥാനം. ചോദ്യം 42. താഴെ പറയുന്നവയിൽ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം. ചോദ്യം 43. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഷാനിമോൾ ഉസ്മാൻ. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രോടൈം സ്പീക്കർ G സുധാകരൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക, ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം ഇതും ആവാം. ചോദ്യം 44. കേരളത്തെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ശരിയായ ഉത്തരം റോജി M. ജോൺ. ഉറപ്പായിട്ട് നല്ലൊരു കറണ്ട് അഫെയർ ആണ് മന്ത്രിസഭ. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിലെ അംഗങ്ങൾ, മന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അവർ മത്സരിച്ച മണ്ഡലങ്ങൾ ഇവയെല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. കാരണം ഒരു കറണ്ട് അഫെയർ ആണ്. അതുകൊണ്ട് PSC 1, 2 ചോദ്യങ്ങൾ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ചോദ്യം 45. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതി ഏതെന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, GV രാജ പുരസ്കാരം. ചോദ്യം 46. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, അതായത് 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. എക്കോ ടൂറിസം കേന്ദ്രമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ എന്നിവയും ഈ പരീക്ഷയ്ക്ക് 4 സ്റ്റേജിലും പല ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി തന്നെ പഠിക്കാം. ചോദ്യം 47. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, അതായത് 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ പ്രശസ്തമായ ശുദ്ധജല തടാകമാണ്. ശാസ്താംകോട്ട തടാകത്തിന് തീരത്ത് പ്രശസ്തമായ ശാസ്താക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അടുത്ത പ്രസ്താവന 3 മാത്രം തെറ്റായിരുന്നു എന്ന് അറിഞ്ഞാൽ മാത്രം നമുക്ക് ഈ ഓപ്ഷൻ ഡിലീഷനോട് തന്നെ നമുക്ക് ശരിയാക്കാവുന്ന ചോദ്യമായിരുന്നു. മാമാങ്കം നടക്കുന്ന തിരുനാവായ ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്തല്ല, മറിച്ച് മാമാങ്കം നടക്കുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം 48. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് ശരി, അതായത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭൂഗർഭ പവർ ഹൗസ് ആണ് മൂലമറ്റം. ഇതെവിടെയോ കേട്ടതുപോലെ ഒരു ഓർമ്മയുണ്ടല്ലേ? ഇത് കഴിഞ്ഞ 3rd സ്റ്റേജിൽ എക്സാമിനും ഇതേ ചോദ്യം ആവർത്തിച്ചു വന്നതാണ്. ചോദ്യം 49. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്, അതായത് 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായവ. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാർ നദിയുടെ തീരത്താണ്. പ്രശസ്തമായ ശിവരാത്രി ഉത്സവം നടക്കുന്ന ആലുവ പെരിയാറിന്റെ തീരത്താണ്. രണ്ടാമത്തെ പ്രസ്താവന ഇവിടെ നൽകിയിരിക്കുന്നത് തെറ്റാണ്, അതായത് ആറന്മുള, ചെങ്ങന്നൂർ, മാരമൻ, എടത്വ തുടങ്ങിയ മതപ്രശസ്തമായ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരത്താണ്.
ഇവിടെ നൽകിയത് പെരിയാർ നദി എന്നാണ്. ശരിയായ ഉത്തരം പമ്പ നദിയുടെ തീരത്താണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം 50. താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമാണ്? ഇത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഉത്തരമാണ്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളേ ഉള്ളൂ. അതാണ് കബനി, ഭവാനി, പാമ്പാർ. ചോദ്യം 51. കണ്ണൂരിൽ നിന്ന് മദ്രാസ് വരെ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, AK ഗോപാലൻ. ചോദ്യം 52. 1936 തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാൻ ആരെന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഷൺമുഖം ചെട്ടി. ചോദ്യം 53. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വചനമാണ്. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, നവമഞ്ചരി, ശിവശതകം മുതലായവ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ ആണ്. ചോദ്യം 54. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ആ പ്രസ്താവനകളൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. നല്ല 3 പ്രസ്താവനകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സി കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിനു പകരം ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ഉത്തരവാദിത്ത ഭരണം നേടുന്നതിനായി പട്ടമേ താണുപിള്ള ആദ്യ പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഈ 3 പ്രസ്താവനകളും അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള കുറച്ച് പ്രസ്താവനകളാണ്. ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത പരീക്ഷയിൽ ചിലപ്പോൾ ചോദ്യങ്ങൾ ഇവിടുന്നും വരാം. ചോദ്യം 55. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇവിടെ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായവ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ് തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായി മലബാറിൽ കലാപം നടന്നു. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് വാഗൺ ദുരന്തം. ഈ 2 പ്രസ്താവനകളാണ് ഇവിടെ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന നമുക്കൊന്ന് ശരിയായി പഠിക്കാം. 90 മാപ്പിള കലാപകാരികൾ 61 പേർ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ അടച്ചുപൂട്ടിയ ഗുഡ്സ് വാനിൽ യാത്രാമധ്യേ ശ്വാസം മുട്ടി മരണമടഞ്ഞു. ഇവിടെ നൽകിയത് തിരൂരിന് പകരം തൃശ്ശൂർ എന്നായിരുന്നു. ഇവിടെ നൽകിയിരിക്കുന്ന പ്രസ്താവന 2 ആയിരുന്നു തെറ്റ്. ആ പ്രസ്താവന 2 നമുക്കൊന്ന് ശരിയാക്കി പഠിച്ചാലോ? 90 മാപ്പിള കലാപകാരികൾ 61 പേർ തൃശ്ശൂരിൽ നിന്നും അല്ല തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ അടച്ചുപൂട്ടിയ ഗുഡ്സ് വാനിൽ യാത്രാമധ്യേ ശ്വാസം മുട്ടി മരണമടഞ്ഞു. ഇവിടെ നൽകിയത് തൃശ്ശൂരിൽ നിന്നാണ്. ശരിയായ ഉത്തരം അല്ലെങ്കിൽ ശരിയായി വരുന്നത് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ ഗുഡ്സ് വാനാണ്. ചോദ്യം 56. കേരളത്തിൽ മയക്കുമരുന്നിന്റെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണെന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാനെ പറ്റി ഈ ഒരു ചോദ്യപേപ്പറിൽ തന്നെ ഇത് 2ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഉറപ്പായും അടുത്ത സ്റ്റേജ് എക്സാം എഴുതുന്നവർക്ക് ഓപ്പറേഷൻ തൂഫാനിൽ നിന്ന് ഉറപ്പായ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ചോദ്യം 57. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അതായത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. 1947 മുതൽ 48 മാർച്ച് വരെ നടന്ന പാലിയം സത്യാഗ്രഹം അയച്ചോത്താടനത്തിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു. കൊച്ചിയിലെ മുൻ മന്ത്രിമുഖ്യനായിരുന്ന പാലിയത്തച്ഛൻ്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുന്നിലൂടെയുള്ള റോഡിൽ കൂടി
നടക്കാനുള്ള അവർണരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. സത്യാഗ്രഹികളിൽ ഒരാളായ MG വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. ഈ 3 പ്രസ്താവനകൾ ശരിയാണ്. ചോദ്യം 58. പ്രാചീന മലയാളം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ശരിയായ ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ചോദ്യം 59. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. കല്ലുമാല സമരം സംഘടിപ്പിച്ചു. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചു. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. ചോദ്യം 60. സാമൂഹ്യ പരിഷ്കർത്താവായ VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ നൽകിയിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് ശരി, അതായത് 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായവ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പേരിൽ നാടകം പ്രസിദ്ധീകരിച്ചു. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെ എതിർത്തു. ഇവ രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. ചോദ്യം 61. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രദേശത്തെ പ്രാഥമിക ഉൽപാദകർ ആയി കണക്കാക്കപ്പെടുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹരിത സസ്യം. ചോദ്യം 62. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന വില്ലൻ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്ലോറോഫ്ലൂറോ കാർബൺ. ചോദ്യം 63. ഒരു മരം നടുമ്പോൾ ഒരു ജീവനാണ് ജനിക്കുന്നത്, എന്നാൽ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ ഒരു സംസ്കാരമാണ് ഇല്ലാതാകുന്നത്. വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിന്റെ അളവാണ് വർദ്ധിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാർബൺ ഡയോക്സൈഡ്. ചോദ്യം 64. കടൽ തീരങ്ങളിലും ഉപ്പുരസമുള്ള ജലാശയങ്ങൾക്ക് സമീപവും വളരുന്ന വനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, കണ്ടൽ വനങ്ങൾ. ചോദ്യം 65. ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണ സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതി ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, താലോലം. ചോദ്യം 66. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഏലക്ക. ചോദ്യം 67. കുട്ടികളിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിറ്റാമിൻ ഡി. ചോദ്യം 68. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഘടകങ്ങളെ പൊതുവായി വിളിക്കുന്ന പേര് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാർസിനോജനുകൾ. ചോദ്യം 69. മനുഷ്യ മസ്തിഷ്കം നാഡീവ്യൂഹത്തിന്റെ പ്രധാന അവയവമാണ്. ഇത് ശരീരത്തിന്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷ്മനാ നാഡിയെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പാളി ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, മെനിഞ്ചസ്. ചോദ്യം 70. ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം എത്തിക്കുകയും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ അശുദ്ധ രക്തം ശ്വാസകോശത്തിൽ വെച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ധമനികൾ. ചോദ്യം 71. ഭൂമിയിൽ അന്തരീക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ പകൽ സമയം ആകാശം ഏത് നിറത്തിൽ കാണപ്പെടുമായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കറുപ്പ് നിറം. ചോദ്യം 72. ജലത്തിൽ മുങ്ങിയ നാണയം ഉയരത്തിൽ കാണപ്പെടുന്നതിന് കാരണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അപവർത്തനം. ചോദ്യം 73. താഴെ തന്നിരിക്കുന്നവയിൽ താപശോഷക പ്രവർത്തനം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രകാശ സംശ്ലേഷണം. ചോദ്യം 74. ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശ നൗകയിലെ യാത്രക്കാർക്ക് ഭാരമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടുന്നു, കാരണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, നൗകയും യാത്രികരും ഒരുമിച്ച് സ്വതന്ത്ര പതനത്തിലാണ്. ചോദ്യം 75. ഇടിമിന്നലുള്ള സമയത്ത് മിന്നൽ ആദ്യം കാണുകയും ഇടിയുടെ ശബ്ദം പിന്നീട് കേൾക്കുകയും ചെയ്യുന്നു, കാരണം? ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രകാശത്തിന്റെ വേഗത ശബ്ദത്തേക്കാൾ വളരെ കൂടുതലാണ്. ചോദ്യം 76. താഴെ പറയുന്നവയിൽ ചുമന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത്?
ശരിയായ ഉത്തരം ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ്, സോഡിയം ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ. അതായത് ചുമന്ന ലിറ്റ്മസിനെ നീലയാക്കണമെങ്കിൽ അത് ആൽക്കലി ആയിരിക്കണം. ആൽക്കലിയാണ് ചുമന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത്. നീല ലിറ്റ്മസിനെ ചുമപ്പാക്കുന്നത് ആസിഡുമാണ്. ചോദ്യം 77. ഒരു ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട ഗുണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കുറഞ്ഞ ദ്രവണാങ്കം. 78. തുരുമ്പ് പ്രധാനമായും. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അയൺ ഓക്സൈഡ്. തുരുമ്പിന്റെ ശാസ്ത്രീയ നാമമാണ് അയൺ ഓക്സൈഡ്. 79. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇവയിൽ നിന്ന് ശരിയായവ മാത്രം കണ്ടെത്തുകയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്നതിൽ 1, 2, 4 പ്രസ്താവനകളാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ആ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ്രവ്യമാനം എല്ലായിടത്തും സ്ഥിരമാണ്. ഭാരം സ്ഥലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രനിൽ ഒരു വസ്തുവിന്റെ ഭാരം കുറയുന്നു. ചോദ്യം 80. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ഐസോടോപ്പുകൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. കാർബൺ 14ഉം കാർബൺ 12ഉം ഐസോടോപ്പുകളാണ്. അതായത് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് ഒരേ അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറുമുള്ള മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോടോപ്പുകൾ. 81 മുതൽ 100 വരെയുള്ളത് മാത്തമാറ്റിക്സ് ആയിരുന്നു. നമുക്കിൻ്റെ ജസ്റ്റ് ആൻസർ മാത്രം ഒന്ന് നോക്കിപ്പോവാം. 81ന്റെ ഉത്തരം ഓപ്ഷൻ ബി. 82ന്റെ ഉത്തരം ഓപ്ഷൻ സി. 83ന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. 84ന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. 85ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 86ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 87ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 88ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 89ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 90ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 91ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 92ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 93ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 94ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 95ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 96ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ്. 97ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 98ന്റെ ഉത്തരം ഓപ്ഷൻ സി. 99ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 100ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. അപ്പോൾ ഇതായിരുന്നു ഈ കഴിഞ്ഞ 4ാമത്തെ സ്റ്റേജ് 10th പ്രിലിംസിൻ്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. നമ്മൾ കണ്ടതുപോലെ തന്നെ പഴയ 10th പ്രിലിംസിൻ്റെ, അതായത് കഴിഞ്ഞ 3 10th പ്രിലിംസിൻ്റെ ചോദ്യങ്ങൾ വന്ന ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് 4ാമത്തെ സ്റ്റേജിലും ചോദ്യങ്ങൾ വന്നത്. സിമ്പിളായ ചോദ്യം ഉണ്ടായിരുന്നു, കുറച്ച് കൺഫ്യൂസിങ് ആക്കുന്ന ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാലും പരീക്ഷ എഴുതി എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. പ്രിലിംസ് പാസ്സാവാൻ ഉള്ളത്ര മാർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി 22ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്നവർ ഈ 4 ചോദ്യപേപ്പറുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എല്ലാവരും കൃത്യമായി പഠിക്കുക. 22ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്